നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ഫെഡറിക് മെർസ് സർക്കാരിന്റെ നിർണായക തീരുമാനങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ ആദ്യ വാർത്ത. ആദ്യത്തേത് പെൻഷൻ വർധനവാണ്. ജൂലൈ 1 മുതൽ പെൻഷനിൽ 4.24% വർധനവ് ഉണ്ടാകും. ഏകദേശം 23 ദശലക്ഷം ആളുകൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും. അമിതമായി മധുരമുള്ള ശീതള പാനീയങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. 2027 ബജറ്റിൽ 140 ബില്യൺ യൂറോയുടെ കുറവുണ്ടെന്ന് ധനമന്ത്രി ലാർസ് ക്ലിംഗ്ബൈൽ അറിയിച്ചു. കുറ്റവാളികളെ കണ്ടെത്താൻ ഇന്റർനെറ്റിലെ ചിത്രങ്ങൾ ഉപയോഗിച്ച് മുഖം തിരിച്ചറിയുന്ന, അതായത് ഫേസ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പോലീസിന് അനുമതി നൽകി. ബുണ്ടസ് ക്രിമിനൽ അംറ്റിനാണ് ഇതിന്റെ ചുമതല. ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് വൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഉണ്ടായി. നിയമം പാസ്സാവുകയും ചെയ്തു. ഇൻഷുറൻസ് കമ്പനികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 25 കുടിയേറ്റക്കാരെ ജർമ്മനി നാടുകടത്തി. രാജ്യത്ത് അഭയം തേടുകയും പിന്നീട് വിവിധ കുറ്റകൃത്യങ്ങളിൽ, അതായത് ബലാത്സംഗം, കവർച്ച തുടങ്ങി വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തവരെയാണ് താലിബാനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മടക്കി അയച്ചത്. രാജ്യം നൽകിയ പിന്തുണ ദുരുപയോഗം ചെയ്യുകയും ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്തവരെയാണ് നാടുകടത്തിയെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻറ്റ് അറിയിച്ചു. അൽഡി സൗത്തിൽ നിന്ന് പ്രമുഖ 50ഓളം ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നു. പ്രമുഖ ബ്രാൻഡുകളായ എയർമാൻ, ഗ്രാൻഡ് ഡെസേർട്ട്, സോട്ട്സാനെ, ജോഗുട്ട്, റാന തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അൽഡി സൗത്തിന്റെ സ്ഥിരം ഉൽപ്പന്ന പട്ടികയിൽ നിന്ന്, അതായത് ഡവർ സോർട്ടിമെന്റ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇവ ഇനി പ്രത്യേക ഓഫർ സമയങ്ങളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂടുന്നത് അനാവശ്യ ചെലവിനും വിതരണത്തിലെ സങ്കീർണതയ്ക്കും കാരണമാകുന്നു എന്ന അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ ഇത്തരമൊരു നീക്കം. അതേസമയം പാൽ ഉൽപ്പന്നങ്ങൾ, ഇറച്ചി, ചീസ് എന്നിവയിലാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പ്രാദേശിക ബ്രാൻഡുകളായ ചില സാധനങ്ങളും കുറയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ മാറ്റം അൽഡി നോർത്തിൽ ഉണ്ടാകില്ലെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ജർമ്മനിയിൽ ഹീറ്റിംഗ് നിയമം നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു. അതുകൊണ്ട് തന്നെ വീട്ടുടമസ്ഥർക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കും. മുൻ സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക്ക് കൊണ്ടുവന്ന കടുപ്പമേറിയ ഹീറ്റിംഗ് നിയമം സിസ്റ്റങ്ങളിൽ 65% പുനരുപയോഗ ഊർജ്ജം നിർബന്ധമാക്കുന്ന നിയമം റദ്ദാക്കാനോ പരിഷ്കരിക്കാനോ നിലവിലെ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് മാറ്റുന്നത്. ജൂലൈ 1 പുതിയ പരിഷ്കാരങ്ങൾ വരാനിരുന്നതാണെങ്കിലും ചർച്ചകൾ പൂർത്തിയാകാത്തതിനാൽ ഇത് നീണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിൽ പഴയ നിയമം താൽക്കാലികമായി ഒക്ടോബർ 31 വരെ നിർത്തിവെക്കാൻ സാമ്പത്തിക മന്ത്രാലയം തീരുമാനിച്ചു. ഗ്യാസ്, ഓയിൽ ഹീറ്റിംഗുകൾ തുടർന്ന് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ വാടകക്കാർക്ക് അമിത ഭാരം ഉണ്ടാക്കരുതെന്ന കാര്യം സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നിയമത്തിൽ വ്യക്തത വരുന്നതുവരെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഹീറ്റിംഗ് സിസ്റ്റങ്ങൾ മാറുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത നിബന്ധനകളിൽ നിന്ന് താൽക്കാലികമായി ഇളവ് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അന്തിമ നിയമം വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കേരളത്തിൽ പാമ്പുകടിയേറ്റ് ഓരോ ദിവസവും നിരവധി മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈജിപ്തിൽ പാമ്പാട്ടം കാണുന്നതിനിടെ ജർമ്മൻ വിനോദസഞ്ചാരി പാമ്പുകടിയേറ്റ് മരിച്ചു. ഈജിപ്തിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹുർഗഡയിലെ ഹോട്ടലിൽ നടന്ന പാമ്പാട്ടത്തിനിടെയാണ് ജർമ്മൻ വിനോദസഞ്ചാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തിലെ ഊണ്ടർ അൽഗാവ് സ്വദേശിയാണ് 57-കാരനായ ജർമ്മൻകാരൻ. പാമ്പുകടിയേറ്റ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണകാരണം സംബന്ധിച്ച ടോക്സിക്കോളജി റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് അധികൃതർ. സംഭവത്തിൽ ഈജിപ്ഷ്യൻ പോലീസിനോടൊപ്പം ജർമ്മൻ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകപ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിനുള്ളിൽ പുകയുടെ മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അഗ്നിശമന സേന അതീവ ജാഗ്രത പാലിച്ചു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് പള്ളിക്കുള്ളിൽ തീപിടുത്തത്തിന്റെ ലക്ഷണമായി പുകയുടെ മണം അനുഭവപ്പെട്ടതായി ചർച്ച് വാർഡൻ അഗ്നിശമന സേനയെ അറിയിച്ചത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ അഗ്നിശമന സേന തങ്ങളുടെ മുഴുവൻ സന്നാഹങ്ങളുമായി സ്ഥലത്തെത്തി. ഏകദേശം 70 അഗ്നിശമന സേനാംഗങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിയത്. 2 മണിക്കൂറോളം നീണ്ട വിശദമായ പരിശോധനകൾ കത്തീഡ്രലിനുള്ളിൽ നടത്തി. എന്നാൽ തീപിടുത്തമോ മറ്റ് അപകട സാധ്യതകളോ കണ്ടെത്താനായില്ല. പരിശോധനയെ തുടർന്ന് കത്തീഡ്രൽ താൽക്കാലികമായി അടച്ചു. എങ്കിലും പള്ളിക്ക് പുറത്തുള്ള പൊതു ചത്വരത്തിൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. പ്രതിവർഷം 6 ദശലക്ഷത്തോളം സന്ദർശകർ എത്തുന്ന കൊളോൺ കത്തീഡ്രൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടിൻ സ്പൈഡ്, അതായത് 2 ഗോപുരങ്ങളുള്ള പള്ളിയാണ്. ജർമ്മനിയിലെ പൊതു ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിലെ ഭീമമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകി. ഏകദേശം 15.3 ബില്യൺ യൂറോയുടെ കമ്മി നികത്താനാണ് ഈ നീക്കം. അതുകൊണ്ട് തന്നെ പ്രധാന മാറ്റങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മരുന്നുകൾക്ക് വില കൂടും. ഡോക്ടർമാർ കുറിച്ചു വരുന്ന മരുന്നുകൾക്ക് ഫാർമസികളിൽ നൽകേണ്ടി വരുന്ന പണം വർദ്ധിക്കും. ഫാമിലി ഇൻഷുറൻസിൽ നിയന്ത്രണം ഉണ്ടാകും. കുടുംബാംഗങ്ങളെ സൗജന്യമായി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ആണ് നിയന്ത്രണങ്ങൾ വരിക. കൂടിയ വരുമാനക്കാർക്കും ഭാരമുണ്ടാവും. ഉയർന്ന ശമ്പളം വാങ്ങുന്നവർ ഇൻഷുറൻസിലേക്ക്
നൽകേണ്ട വീതം, അതായത് കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കും. ഡോക്ടർമാർ, ആശുപത്രികൾ, മരുന്ന് കമ്പനികൾ എന്നിവർക്ക് നൽകുന്ന ഫീസിന് പരിധി നിശ്ചയിക്കും. ഇൻഷുറൻസ് ഫണ്ടിന്റെ വരുമാനം അനുസരിച്ച് മാത്രമേ ഈ ഫീസുകൾ ഇനി വർദ്ധിപ്പിക്കുകയുള്ളൂ. ഫ്രാൻസിൽ നടക്കുന്ന AI ഫിലിം അവാർഡ് കാൻസ് 2026 കോട്ടയം ചെങ്ങള സ്വദേശിയായ സംവിധായകൻ സച്ചു കുന്നത്തിലിന്റെ ദി ലൈറ്റ് എന്ന AI ആനിമേഷൻ ഷോർട്ട് ഫിലിം തെരഞ്ഞെടുത്തു. ജനപങ്കാളിത്തത്തോടെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ചിത്രം നിർമ്മിച്ചത്. കോട്ടയം ഫിലിം സൊസൈറ്റി ചിത്രത്തിന്റെ രചനയും സച്ചുവാണ് നിർവഹിച്ചിരിക്കുന്നത്. പ്രമുഖ അയർലൻഡ് മലയാളിയും നാടകരചയിതാവും സംഘാടകനും എഴുത്തുകാരനുമായ രാജു കുന്നക്കാട്ടിന്റെ സഹോദരൻ റോയ്സ് മാത്യു കുന്നക്കാട്ട് അന്തരിച്ചു. 57 വയസ്സായിരുന്നു. കുറച്ചുനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം മെയ് 2 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോട്ടയം ആനിക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. ഭാര്യ ലിസി മുത്തോലി തെങ്ങുംതോട്ടത്തിൽ കുടുംബാംഗം. ഏക മകൻ ജസ്റ്റിസ് റോയ്സ് UK-യിലാണ്. SDB സഭാംഗം ഫാദർ ടോമി മാത്യു, വത്സമ്മ പൗലോസ് കോടപ്പറമ്പിൽ, പരേതനായ ജോയി മാത്യു, ലൈസാമ ജോസഫ് കളപ്പരിക്കൽ, സുനിൽ, അനിൽ എന്നിവർ സഹോദരങ്ങളാണ്. റോയ്സ് മാത്യുവിന്റെ വിയോഗത്തിൽ പ്രവാസി ഓൺലൈനൊപ്പം അയർലൻഡിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഉള്ളവരും അനുശോചനം രേഖപ്പെടുത്തി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിവരങ്ങൾ പുറത്തുവന്നു. പ്രമുഖ ദേശീയ വാരികയായ ഓപ്പൺ മാഗസിനാണ് അതിന്റെ കവർ സ്റ്റോറിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അർബുദത്തെ അതിജീവിച്ച വ്യക്തിയാണെന്ന്, അതായത് ക്യാൻസർ സർവൈവർ ആണെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. ദ പിണറായി പ്ലിബിസൈറ്റ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകനും അന്തരിച്ച CPIM നേതാവ് പാട്യം ഗോപാലിന്റെ മകനുമായ NB ഉല്ലേഖാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മയോ ക്ലിനിക്കിലെ മുഖ്യമന്ത്രിയുടെ തുടർച്ചയായ യാത്രകൾ വെറും മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ആണെന്നായിരുന്നു ഇതുവരെയുള്ള ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ലോകപ്രശസ്തമായ മയോ ക്ലിനിക്കിൽ അദ്ദേഹം ചികിത്സ തേടിയത് അർബുദത്തിനാണെന്നാണ് ലേഖനം അടിവരയിട്ട് പറയുന്നത്. ബാലിയിൽ എയർ ഇന്ത്യ പൈലറ്റ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ഡൽഹിയിൽ നിന്നും ബാലിയിലേക്കുള്ള വിമാനം പറത്തിയതിനു ശേഷം ഹോട്ടലിൽ വിശ്രമത്തിലായിരുന്ന എയർ ഇന്ത്യ ഫസ്റ്റ് ഓഫീസർ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. 40 വയസ്സായിരുന്നു. ഹോട്ടലിൽ വെച്ച് കടുത്ത ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൈലറ്റ് അടുത്തിടെ നടന്ന എല്ലാ മെഡിക്കൽ പരിശോധനകളിലും പാസ്സായിരുന്നുവെന്നും നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചു. വ്യോമയാന ഡയറക്ടറേറ്റ് നിശ്ചയിച്ചിട്ടുള്ള പറക്കൽ സമയപരിധി അദ്ദേഹം ലംഘിച്ചിരുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.